ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ്റ്റ് വാക്സ് ടെക്നോളജിയെ പറ്റിയിട്ടാണ്. എന്താണ് ലോസ്റ്റ് വാക്സ് ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ് വാലിയിലെ ജനങ്ങള് അവർ ബ്രോൺസ് പ്രതിമകൾ ഉണ്ടാക്കാൻ, അതായത് വെങ്കല പ്രതിമകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ് ലോസ്റ്റ് വാക്സ് ടെക്നോളജി എന്ന് പറയാം. അത് എങ്ങനെയായിരുന്നു ഇതിന്റെ വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു വെങ്കല പ്രതിമ ഉണ്ടാക്കണമെങ്കിൽ അവരാദ്യം ആ പ്രതിമയുടെ ഒരു മോഡൽ മെഴുകിലുണ്ടാക്കും. മെഴുകിലുണ്ടാക്കിയതിനു ശേഷം അതിനെ കളിമണ്ണ് കൊണ്ട് പൊതിയും. കളിമണ്ണ് കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം അതിനെ ഉണക്കാൻ വെക്കും. കളിമണ്ണ് ഉണങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായി ഈ മെഴുകു പ്രതിമയുടെ ഒരു പ്രതിരൂപം ഈ കളിമണ്ണിൽ അച്ചായി രൂപപ്പെടും. അതിനുശേഷം അവര് അത് തീയിലിട്ട് ചുട്ടെടുക്കുക ചെയ്യുക. ചുട്ടെടുക്കുമ്പോൾ ഈ കളിമണ്ണ് കട്ടിയാകുകയും അകത്തുള്ള മെഴുക് ഉരുകി വെള്ളമാകുകയും ചെയ്യും. അതിനുശേഷം അവര് കളിമണ്ണിൽ ഒരു ഹോൾ ഉണ്ടാക്കി ആ ഉരുകിയ മെഴുകിനെ ഒഴുക്കിക്കളയും. ഒഴുകിക്കളഞ്ഞതിന് ശേഷം ഉരുകിയ വെങ്കലം ആ ഹോള് വഴി തിരിച്ചൊഴിക്കുമ്പോൾ സ്വാഭാവികമായി ഈ അച്ചിനകത്ത് ഈ വെങ്കലത്തിന്റെ ദ്രാവകം നിറയും. അതിനുശേഷം ആ ഹോൾ അടച്ചതിന് ശേഷം അവരത് തണുക്കാനായി വെക്കും. അത് തണുത്ത് ഉറഞ്ഞതിന് ശേഷം അവരാ ചുട്ട കളിമണ്ണ് പൊട്ടിച്ചു കളയുമ്പോൾ അതൊരു വെങ്കല പ്രതിമയായി മാറും. ഇതിനെയാണ് നമ്മൾ ലോസ്റ്റ് വാക്സ് ടെക്നോളജി എന്ന് പറയാം. അതായത് വാക്സിനെ ഒഴുക്കിക്കളയുക എന്നുള്ളതാണ് ആ ടെക്നോളജി. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ മോഹൻജദാരോയിന്ന് നമ്മൾ കണ്ടെടുത്ത ഡാൻസിങ് ഗേളിന്റെ പ്രതിമ എന്ന് പറയുന്നത് ഇതേപോലെ ലോസ്റ്റ് വാക്സ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്.